പണ്ടുകാലങ്ങളിൽ ചെറിയ കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നടിമാർക്കും നടന്മാർക്കും ലഭിക്കുന്ന ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് ലഭിക്കുന്നത് എന്ന് പറയാം. അക്കൂട്ടത്തിൽ എടുത്തു നോക്കിയാൽ തുടക്കകാലത്ത്, അതായത് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബും ഒക്കെ ആളുകൾ ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്ന തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കാർത്തിക് സൂര്യയെക്കുറിച്ച് പ്രേക്ഷകർക്ക് നല്ല മതിപ്പാണ്. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ഒരു ചെറിയ വിഷമ വാർത്തയാണ്. കാർത്തിക് സൂര്യ ചില കാര്യങ്ങൾ കാരണം ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ വളരെയധികം സാധാരണമായ ഒന്നല്ല എന്നും എന്തുമാത്രം വിഷമത്തിലൂടെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാകുന്നുണ്ട്. ശ്വാസകോശത്തിൽ കഴിച്ച് ഭക്ഷണം ചെന്നുപെട്ട് വളരെയധികം ഗുരുതരാവസ്ഥയിലായിരിക്കുകയായിരുന്നു കാർത്തിക് സൂര്യ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുമ്മൽ വന്നു. എന്നാൽ സ്വാഭാവികമായി തുമ്മൽ നമ്മൾ പിടിച്ചു വയ്ക്കുന്നവരുമുണ്ട്. എന്നാൽ കാർത്തിക് സൂര്യ അത്തരത്തിൽ ചെയ്യാതെ തുമ്മുകയായിരുന്നു. എന്നാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുമ്മാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം മറന്നുപോവുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് 3 തവണ തുമ്മി. തുടർന്ന് ബോധരഹിതനായി വീഴുകയും ചെയ്തു. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഛർദ്ദിക്കുകയും ചെയ്തു. എന്താണ് സംഭവമെന്നറിയാതെ എല്ലാവരും നോക്കി. ബോധം വന്നപ്പോഴേക്കും വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ വെച്ച് ഡ്രിപ്പും എക്സ്റേയും എക്കോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധനകൾ നടത്തി. തുമ്മിയപ്പോൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ശ്വാസകോശത്തിൽ കടന്നതാകാമെന്ന് പറയുന്നു. ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറച്ച് നിമിഷങ്ങളിൽ തടസ്സപ്പെടുത്തിയെന്നും ഈ അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ബോധരഹിതമായി ഇവിടെ എത്തേണ്ടതെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഡോക്ടർമാർ ഇതാണ് പറയുന്നത്. ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തുവെന്നും ശാരീരികമായി സുഖമായിരിക്കുന്നുവെന്നും കാർത്തിക് സൂര്യ ഒരു വ്യക്തമായ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചു വരികയാണ് എന്നത്. എന്നാൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല എന്നും അദ്ദേഹം ബോധരഹിതനായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് വിളിച്ചു എന്നും ഞാൻ എഴുന്നേൽക്കാതായപ്പോഴാണ് അവരെന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്നും ആ ഒരു ശ്വാസകോശത്തിലേക്ക് ഫുഡ് ചെല്ലുമ്പോൾ ഇനി ഓക്സിജൻ സപ്ലൈ ചെയ്താൽ അത് കൂടുതൽ ദോഷമാകും എന്നുള്ളത് കൊണ്ട് ബ്രെയിൻ അത് സർക്കുലേറ്റ് ചെയ്യുന്നത് നിർത്തും. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ബോധരഹിതമാകുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കാർത്തിക് സൂര്യയുടെ ജീവൻ അപകടത്തിലാകാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. കൃത്യസമയത്തെ മറ്റുള്ളവരുടെ സംയോജനമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ കാർത്തിക് സൂര്യയ്ക്ക് വലിയ സഹായമായി മാറിയത് എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കാർത്തിക് സൂര്യ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.